ശ്രീ CR രാധാകൃഷ്ണൻ, ദേവസ്വം സ്വത്തുക്കളുടെ സംരക്ഷണ ചുമതല ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കുമാണെന്നിരിക്കെ ആചാരപരമായി അധികാരം ഉള്ള ഒരാളെ, അങ്ങനെ മാത്രം അധികാരം ഉള്ള ഒരാളെ മൗനാനുവാദത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക? ഇവിടെ അത് മൗനാനുവാദമെന്ന് ഇങ്ങനെ പറയുന്നതെങ്കിലും നമ്മൾ അതിനകത്ത് ചില വസ്തുതകളുണ്ട്. കാരണം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളും പ്രത്യേകിച്ച് ശബരിമല, അവിടെ ഈ വർഷങ്ങളായി ഭരണകർത്താക്കളുടെയും പൗരോഹിത്യത്തിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും അലക്ഷ്യം കൊണ്ട് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഇത് വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ വിലപിടിച്ച ഉരുപ്പടികളുടെ നിയമപരമായ എൻട്രസ്മെൻ്റ് അദ്ദേഹത്തിനില്ല. ബട്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം, അദ്ദേഹത്തിൻ്റെ വർക്ക് സ്പേസിലുള്ള നടന്ന ഒരു സംഭവം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇതിന് ചില കാര്യത്തിന് മറുപടി പറയേണ്ടി ഇരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ട്, ഈ ശ്രീകോവിലിൻ്റെ കതകുകൾ, അത് നമ്മുടെ തന്ത്രശാസ്ത്രപ്രകാരം കതകുകളെന്ന് ഇളക്കുക എന്ന് പറയുന്നത് അത് മേജറായ ഒരു പണിയാണ്, ശ്രീകോവിലിൻ്റെ തൊടുപണിയാണ്. അതങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു അരിഞ്ഞ വാങ്ങിച്ച് കൊണ്ടുപോകേണ്ട സാധനങ്ങളല്ല. അവിടെ മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈ കുറ്റങ്ങൾ ഇതിലെ കുറവുകൾ കണ്ടെത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അതിനൊരു ഫയലുണ്ടാക്കി അതിൽ നിന്നുമാണ് തന്ത്രിക്ക് അറിയിപ്പ് പോകേണ്ടത്. തന്ത്രിയുടെ അനുവാദം ആ ഫയലിൽ തന്നെ ഉണ്ടാവണം. അത് കഴിഞ്ഞ് ഇതിനകത്ത് കുറേ ശുദ്ധിക്രിയകൾ നടത്തേണ്ടതുണ്ട്. ഈ ശ്രീകോവിലിൻ്റെ തൊടുപണികൾ നടത്തേണ്ടത് ചില കലശപൂജകളും ശുദ്ധികളും അത് തിരിച്ചു വയ്ക്കുമ്പോഴും ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം ഇത് ഫയൽ കൊണ്ട് കാണുന്നത്. ഇപ്പോൾ ഇവർ ആചാരലംഘനം അല്ലെങ്കിൽ ശബരിമല ഈ തന്ത്രിയുടെ എപ്പോഴും സാമീപ്യമുള്ള ഒരു സ്ഥലമെന്നുള്ള നിലയിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യമുണ്ട്, ഈ വിലപിടിച്ച ഉരുപ്പടികളുടെ ഒരു ആതറൈസേഷനും അല്ലെങ്കിൽ ഒരു എൻട്രസ്മെൻറ്റും ഒരു ചുമതലപ്പെടുത്തലും അദ്ദേഹത്തിനില്ല. പക്ഷേ ക്ഷേത്രതന്ത്രി എന്നുള്ള നിലയിലും ക്ഷേത്രതന്ത്രി അവിടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വിരുദ്ധമായി അദ്ദേഹം അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു ഉള്ള നിലയിലും അദ്ദേഹം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ സങ്കേതമാണ് ക്ഷേത്ര സങ്കേതം എന്ന നിലയിലും ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതായിരുന്നു. അദ്ദേഹം അത് വ്യവസ്ഥാപിതമായി അത് അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടതുമായിരുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ ഗൗരവമുള്ള പല കാര്യങ്ങളും ഈ കാലത്ത് അവിടെ നടന്നിട്ടുണ്ട്. ഈ 2022 കാലത്ത് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ, നമുക്കറിയാം അവിടെ മാളികപ്പുറത്തുള്ള ഒരു മറ്റേ അഷ്ടദിക്പാലക ക്ഷേത്രമുണ്ടായിരുന്നു അവിടെ മലനടയിൽ. അത് മാറ്റി ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഏതോ ഭക്തൻ്റെ ഇന്ന് പണം വാങ്ങിച്ച് അത് പുനഃസ്ഥാപിക്കാൻ നടന്നു. ആ പണം എവിടെയോ കൊണ്ടുകൊടുന്ന് വേറെ ഒരു ഭക്തൻ്റെ ഏറ്റുമാനൂരൊരു ഭക്തൻ്റെ വീട്ടിൽ ചെന്ന് ഒരു തടി വെട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ചെങ്ങന്നൂർ കൊണ്ടുപോയി കുറേ പണി നടത്തി. ഇപ്പോൾ ദേവസ്വം ബോർഡ് അവിടെ വേറൊരു ക്ഷേത്രം ചെറുതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്, വ്യവസ്ഥയില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള പല കുഴപ്പങ്ങളും തന്ത്രശാസ്ത്ര വിധിക്ക് വിരുദ്ധമായും അതുപോലെ തന്നെ ക്ഷേത്രാചാരത്തിന് വിരുദ്ധമായും അവിടെ നടക്കുന്നുണ്ട്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കാനുള്ള, ഇപ്പോൾ നേരത്തെ ചോദിച്ചുള്ള മന്ത്രിയുടെ ഉത്തരവാദിത്തമൊന്നും ഞാൻ പറയില്ല. സാധാരണ സംസ്ഥാന മന്ത്രിക്ക് അധികാരം വ്യവസ്ഥാപിതമായി ഉണ്ടായിട്ടല്ല, അദ്ദേഹം കയ്യേറുകയാണ്. മറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തിൽ പിന്മാറാൻ സാധിക്കില്ല. ഇത് ദേവസ്വം ബോർഡിൻ്റെ അധികാരം ഉപയോഗിച്ച് തന്നെയായിരിക്കും ഈ തന്ത്രിയെയും വശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെ ഇതിലേക്ക് കമ്പൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങൾക്കുമാണ്. അവർ ട്രസ്റ്റികളാണ്. ഈ ദേവന്മാർ അവർ മൈനറുകളാണ്. അവരുടെ വക നഷ്ടപ്പെടുത്തിയിട്ടുള്ളതിലെ ഒന്നാമത്തെ ഉത്തരവാദി ഈ ബോർഡ് ഭരിക്കാനുള്ള ബോർഡ് അംഗങ്ങൾ തന്നെയാണ്. അതിന് ശേഷമേ ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്കും ശേഷമേ തന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ ആതറൈസേഷനുള്ളൂ. തന്ത്രിയുടെ മുമ്പിൽ ഈ പറയുന്ന ആചാരലംഘനമുള്ള ശ്രദ്ധക്കുറവെന്നോ ഒരു ലാപ്സസ് എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊക്കെ മുൻകാലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ സംഭവമാവാം. പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ തിരുവട്ടാർ അമ്പലത്തിലെ
ആദികേശവ ടെമ്പിളിലെ മോഷണം സംബന്ധിച്ച് തന്ത്രിക്കൊക്കെ ശിക്ഷ കിട്ടുകയും തന്ത്രിയെ പിന്നെ പ്രോസിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്ത കഥയുണ്ട്. ഗുരുവായൂർ ഒരു മേൽശാന്തിയുടെ പേരിൽ പ്രോസിക്യൂഷൻ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് മാല കാണാൻ. അതുപോലെ തന്നെ ഈ പിന്നെ ആ ഗോളക ചോറ്റാനിക്കര അമ്പലത്തിലെ ഗോളക സംബന്ധിച്ച് പൗരോഹിത്യത്തിലേക്ക് പലപ്പോഴും പ്രതിക്കൂട്ടി നിർത്തിയിട്ടുണ്ട്. ചിലരെല്ലാം നിരപരാധികളായിരുന്നു, ചിലരെല്ലാം അപരാധികളുമായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടുതൽ വിശദീകരണത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നമുക്ക് പരസ്യമായ ഒരു കാര്യം പറയാം. ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള തരത്തിലുള്ള എൻട്രസ്മെൻറ്റ് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ തന്ത്രി അവിടെ ശാസ്ത്രവിധിപ്രകാരം തന്ത്രശാസ്ത്രവിധിപ്രകാരം ഈ തന്ത്രി പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് ശ്രീകോവിലും അതിൻ്റെ പൂജകളും ആ കാര്യങ്ങളും. അപ്പോൾ അദ്ദേഹം 24 മണിക്കൂർ അവിടെ പ്രസൻ്റായൊരു മനുഷ്യന്. പണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ തന്ത്രി അങ്ങനെ ഇരിക്കുന്നില്ല. തന്ത്രി അസാധാരണ അടിയന്തരങ്ങൾ മാത്രം വന്ന് പോവുകയാണ്. ഇപ്പം ശബരിമല സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ സാധാരണ ക്ഷേത്രം തുറന്നിരിക്കുമ്പോൾ ഒക്കെ തന്നെ തന്ത്രിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. തന്ത്രി എല്ലാ ദിവസവും ശ്രീകോവിലിൽ പോകുന്ന ആളാണ്. പ്രധാന പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ടാവണം തന്ത്രിയെ ഈ ആചാര ലംഘനം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സൂപ്പർവൈസറി ലാപ്സസ് എന്നുള്ള നിലയിലോ അദ്ദേഹത്തെ ഈ തരത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു കുറ്റാരോപണം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.